മുജാഹിദ് പ്രസ്ഥാനം അവർ അഭിനന്ദിക്കും. ആരായിരുന്നാലും ഈ രൂപത്തിലുള്ള ധാർമ്മികതക്കെതിരെ ആര് സംസാരിച്ചാലും അവർക്കൊക്കെ മുജാഹിദ് പ്രസ്ഥാനം ആ വിഷയത്തിൽ പിന്തുണ നൽകും. എന്നാലോ നമുക്കറിയാം ആ സമയത്ത് വളരെ ശക്തമായി തന്നെ ഈ രൂപത്തിലുള്ള കോർപ്പറേറ്റുകൾക്കെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉണ്ടായി. കേട്ടു, നമ്മൾ കേട്ടോളൂ. ഒന്നുകൂടി ഓർമ്മിക്കാൻ ആത്മീയ വ്യവസായികളുടെയും സ്വത്തും വരുമാന സ്രോതസ്സും അന്വേഷിക്കണം. ഡിവൈഎഫ്ഐ നേരത്തെ തന്നെ പറഞ്ഞതല്ല. വമ്പൻ സ്രാവുകൾ ഇപ്പോ സമർത്ഥമായ മൗനം അവലംബിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ നിലപാട്, ആത്മീയ രംഗത്തെ കോർപ്പറേറ്റ് ശക്തികളുണ്ട് കേരളത്തിൽ. ആ കോർപ്പറേറ്റ് ആത്മീയതയുടെ വക്താക്കൾക്കെതിരായും ജനങ്ങളുടെ പ്രതിഷേധം ഉയർന്നു വരണം. ഈ ചർച്ച ആ നിലയിലേക്ക് വികസിച്ചു വരണം എന്നുള്ളതാണ്. അനവധാനമായി ആത്മീയതയെ കോർപ്പറേറ്റ് വൽക്കരിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. കണ്ടോ, അത് കൃത്യമായി തുറന്നു പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. എങ്കിൽ ധാർമ്മികതയുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലക്ക് ഈ രൂപത്തിലുള്ള കോർപ്പറേറ്റുകൾക്കെതിരെ ശക്തമായി രംഗത്ത് വരണം. അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ആവശ്യപ്പെട്ടത്. എന്നാൽ പിന്നീട് സംഭവിച്ചതോ, പിന്നീട് ആ ശബ്ദം തന്നെ ഇല്ലാതായി പോയി. ഇന്ന് നിലവിൽ ഇപ്പോൾ കപടാത്മീയത ആർക്കൊരു പ്രശ്നമില്ലാതായി, പഴയ അവസ്ഥയിലേക്ക് മടങ്ങി. എന്തേ കാരണം അന്വേഷിച്ചപ്പോഴാണ് അവിടെയും അത്ഭുതങ്ങൾ കാണാൻ കഴിഞ്ഞത്. കണ്ടോളൂ അത്ഭുതം. അവരുടെ ശബ്ദത്തെ സംഗീതം പോലെ ശ്രവിക്കുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവരെയും സേവിക്കുന്ന പ്രവർത്തനമാണ് ഈ പ്രസ്ഥാനം ഇപ്പോൾ നിർവഹിച്ച് വരുന്നത്. സർവരെയും സ്നേഹിക്കുക, എല്ലാവരാലും സ്നേഹിക്കപ്പെടുക എന്നതാണ്. അതിൻ്റെ പ്രതീകമാണ് അമ്മ. അന്ധവിശ്വാസങ്ങളും വ്യാപിക്കുകയാണ്. എന്നാൽ മതത്തിനെ തട്ടിപ്പിനുള്ള ഉപാധിയാക്കുക എന്ന വഴിയിൽ മാതാ അമൃതാനന്ദമയി ദേവി സഞ്ചരിക്കുന്നില്ല. മറിച്ച് വിശ്വാസത്തെ സേവന പ്രവർത്തനങ്ങൾക്കുള്ള ഉപാധിയാക്കുകയാണ്. വിശ്വാസികൾ നൽകുന്ന സംഭാവന കഷ്ടപ്പെടുന്ന എല്ലാവർക്കും തിരിച്ചു നൽകുക, അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ വിദ്യാഭ്യാസ ആരോഗ്യ മേഖലകളിലും സേവന പ്രവർത്തനങ്ങളിലും മാതാ അമൃതാനന്ദമയി ചെയ്യുന്ന കാര്യങ്ങൾ അഭിനന്ദനാർഹമാണ്. മതവിശ്വാസത്തെ കച്ചവടമാക്കുന്നവർക്ക് മതം എന്നാൽ സ്നേഹമാണ്, സേവനമാണ് എന്ന തിരിച്ചറിവുണ്ടാക്കാൻ മാതാ അമൃതാനന്ദമയി ദേവിയുടെ പ്രവർത്തനങ്ങൾ പ്രേരകമാണ്. അതിനെ ഇനിയും ദീർഘനാൾ അവർ وخير الهدي هدي محمد صلى الله عليه وسلم. റബ്ബുൽ ആലമീൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളെ ഭയം കൊണ്ട് അല്ലദീന ഇദാ അസാബത്തുഹും മുസീബത്തുൻ, അവർക്ക് ഇന്നാ ലില്ലാഹ്, ഞങ്ങളൊക്കെ അല്ലാഹുവിൻ്റെതാണ് വേണം, അതുകൊണ്ട് ഞങ്ങൾ സഹിക്കുന്നു, ക്ഷമിക്കുന്നു. ഇന്നാ ലില്ലാഹ്